ഹലോ, ആൻറ്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ്റെ MCQസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഡയറക്ടിവിറ്റി ഓഫ് എൻ ഐസോട്രോപിക് റേഡിയേറ്റർ ഈസ്. ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ആണ്. അതായത് അത് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് തിയറിറ്റിക്കലാണ്, അങ്ങനെ ഒരു സാധനം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റും എല്ലായിടത്തേക്കും ഒരേപോലെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ടിവിറ്റി എത്രയാണെന്ന് വെച്ചാൽ, ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് സോഴ്സ് ആണ്. അപ്പോൾ റേഡിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടെണ്ണം സെയിം അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പോൾ അത് 1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ സീറോ ഡി ബി ഐ എന്ന് പറയാം. ഓക്കെ, ഡി ബി ഐ എന്ന് പറഞ്ഞാൽ ഡി ബി വിത്ത് റെസ്പെക്ട് ടു ഐസോട്രോപിക് റേഡിയേറ്റർ. ഓക്കെ, അപ്പോൾ 0 dB എന്നൊരു ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഇവിടെ ഡി ബിയിലല്ല കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 ആണ് ഉത്തരം. 1 അല്ലെങ്കിൽ 0 dB ആണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, the gain of antenna is proportional to. gain of antenna ഫോർമുല എന്താ? G is equal to 4 pi AE by ലാംഡ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫക്റ്റീവ് അപ്പർച്ചർ. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇഫക്റ്റീവ് അപ്പർച്ചർ അല്ലേ? അതാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? 4 pi AE by ലാംഡ സ്ക്വയർ മാർക്കണ്ട ആൻറ്റിനയുടെ ഗെയിൻ ആണ് കേട്ടോ. അടുത്ത റേഞ്ച് ഇക്വേഷൻ, റഡാറിൻ്റെ റേഞ്ച് ഇക്വേഷൻ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അവിടെയും നമ്മൾ ഒരു പവറിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, റേഞ്ചിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൻറ്റിനയുടെ ഗെയിൻ ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കണേ. ഗെയിൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ഇഫക്റ്റീവ് അപ്പർച്ചർ. അടുത്ത ചോദ്യം, ഫോർ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഫ്രീക്വൻസി മസ്റ്റ് ബി. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ ആണ്. ഇതിന് സ്കൈ വേവിനെ കുറിച്ച് വേറെ എന്താ പറയാനുള്ളത്? നമ്മുടെ FM ഒക്കെ ഉപയോഗിക്കുന്നത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്. ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഇവിടെ ഹൈ ഫ്രീക്വൻസി പ്രൊപ്പഗേഷൻ ആണ് സ്കൈ വേവിൽ വരുന്നത്. അയോണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ ആണ്. അതായത് ഒരു ട്രാൻസ്മിറ്റർ, ഗ്രൗണ്ടിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇവിടെ ഒരു റിസീവർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പോവുക? ഇത് നേരെ ഇവിടുത്തെ വേവ്സ് പോയിട്ട് അയണോസ്ഫിയറിൽ പോയിട്ട് തട്ടും. അയണോസ്ഫിയറിൽ പോയിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യണം. റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം? ആ ഫ്രീക്വൻസി എത്രയായിരിക്കണം? അത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസിനെക്കാട്ടിലും താഴെയായിരിക്കണം. ക്രിട്ടിക്കൽ ഫ്രീക്വൻസിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ വേവുകൾ ഈ അയണോസ്ഫിയറിൽ പെനട്രേറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, എന്നിട്ട് അത് എർത്തിലേക്ക് റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അയണോസ്ഫിയർ റിഫ്ലെക്ട്സ് റേഡിയോ വേവ്സ് ഓൺലി ഇഫ് critical frequency is less than critical frequency. Okay, frequency of the radio waves is less than critical frequency. അപ്പോൾ below critical frequency ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ ഡൈപോൾ ആൻറ്റിന റെപ്രസെൻറ്റ്സ്. റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ ആൻറ്റിനയുടെ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണോ? കാണുമ്പോൾ തോന്നും അതല്ല കേട്ടോ. പവർ റേഡിയേറ്റഡ് ആസ് EM വേവ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ ആൻറ്റിനാസിലും നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ആൻറ്റിനയിലൊക്കെ റേഡിയോ വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് തന്നെ എന്താ? EM വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ പവർ റേഡിയേറ്റഡ് ആസ് EM വേവ്സ് ആണ് റേഡിയേഷൻ റെസിസ്റ്റൻസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് ഓഫ് ഇൻപുട്ട് പവർ റേഡിയേറ്റഡ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അടുത്ത ചോദ്യം, skip distance is the distance between transmitter and receiver in. skip distance എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ റിസീവറും തമ്മിലുള്ള ദൂരമാണ്. എവിടെ? ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലാണോ? ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പഗേഷൻ along the curvature of the earth. ഓക്കെ, അതാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് AM-നകത്തൊക്കെ അതാണ് ഉപയോഗിക്കുക. ഓക്കെ, AM റേഡിയോയ്ക്കകത്തൊക്കെ അത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആണ് ഉപയോഗിക്കുക. അതായത് ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി റേഞ്ചിലാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുക. ഇനി അതിൽ വരുന്നതല്ല സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ വരുന്നതാണോ? അതെ, സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ വരുന്നതാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. സ്കൈ വേവിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ആണ്. അയണോസ്ഫെറിക് ആണ്. പിന്നെ സ്കൈ വേവിൽ വേറെ എന്താ പഠിച്ചത്? ഹൈ ഫ്രീക്വൻസിയിലാണ്, HF റേഞ്ച് ആണ്. ഷോർട്ട് വേവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് വേവ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ സ്കൈ വേവ് പ്രൊപ്പഗേഷന് വിളിക്കും. LOS എന്ന് പറയുന്ന ആളാരാന്നറിയോ? അത് സ്പേസ് വേവിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, സ്പേസ് വേവ് പ്രൊപ്പഗേഷനിലാണ് LOS വരിക. ഓക്കെ, അത് വെരി ഹൈ ഫ്രീക്വൻസീസ് UHF VHF റേഞ്ചിലൊക്കെയുള്ള ഫ്രീക്വൻസീസിനെയാണ് ലൈൻ ഓഫ് സൈറ്റും ഡക്ട്
ഡക്റ്റും അവിടെയാണ് ഉപയോഗിക്കുക. സ്പേസ് വേവ് തന്നെയാണ്. സ്പേസ് വേവിൻ്റെ 2 ടൈപ്പാണ്, ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനും ഡക്റ്റ് പ്രൊപ്പഗേഷനും. ഓക്കെ, അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ സ്കൈ വേവ് പ്രൊപ്പഗേഷനിലാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് അയണോസ്ഫിയറിൽ ഇവിടെ നിന്ന് വേവ്സ് ട്രാൻസ്മിറ്ററിൽ റേഡിയോ വേവ്സ് പോയിട്ട് അയണോസ്ഫിയറിൽ പോയിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് വരുവേ. അപ്പോൾ ഈ ആദ്യത്തെ റിഫ്ലക്റ്റഡ് വേവ് ഇങ്ങോട്ട് വരില്ലേ, അത് വരുന്ന ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് അതിലേക്കുള്ള ദൂരം, അതിനെയാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിപ്പ് ഡിസ്റ്റൻസ് അതാണ്. ഇനി സ്കിപ്പ് സോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്കിപ്പ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ നമ്മളിപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഈ റിസീവറിൻ്റെ ഇപ്പുറത്തോട്ട് എവിടെയെങ്കിലും നിന്നാലൊന്നും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല. ഞാനത് വേറെ കളറിൽ കാണിക്കാം. ഇങ്ങോട്ടൊക്കെ നിന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് റിസപ്ഷൻ കിട്ടില്ല. ഓക്കെ, നമുക്ക് FM റേഡിയോ ഒന്നും കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ സ്കിപ്പ് സോണിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് വന്ന വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്ന അവിടെ മുതൽ ഇങ്ങോട്ടുള്ള നമുക്ക് എവിടം വരെ കിട്ടുന്നില്ല, റിസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഏരിയനെയാണ് സ്കിപ്പ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും സ്കിപ്പ് സോൺ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കണേ. സ്കിപ്പ് ഡിസ്റ്റൻസ് അപ്പോൾ എന്താണ്? മിനിമം ഡിസ്റ്റൻസ് ഫ്രം ട്രാൻസ്മിറ്റർ വെർ റിഫ്ലക്റ്റഡ് സ്കൈ വേവ് റിട്ടേൺസ് ടു ദ എർത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, റേഡിയേഷൻ പാറ്റേൺ ഓഫ് എ ഹാഫ് വേവ് ഡൈപോൾ. ഹാഫ് വേവ് ഡൈപോളിന്റെ റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും? അത് ബൈ ഡയറക്ഷനിലായിരിക്കും അല്ലേ? നമുക്കറിയാം, ഇങ്ങനെയായിരിക്കും. റേഡിയേഷൻ പാറ്റേൺ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഇറ്റ് റേഡിയേറ്റ്സ് മാക്സിമം എനർജി പെർപെൻഡിക്കുലർ ടു ദി ആക്സസ്. ഇങ്ങനെയാണ് ആക്സസ് എങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി ഇങ്ങനെയാണ് ആക്സസ് എങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി ആക്സസ് ആണ് അത് മാക്സിമം എനർജി റേഡിയേറ്റ് ചെയ്യുക. ആൻഡ് മിനിമം അലോങ് ഇറ്റ്സ് ആക്സസ്. ഓക്കെ, മിനിമം അലോങ് ഇറ്റ്സ് ആക്സസ് മിനിമം ആയിരിക്കും. ഓക്കെ, ഫോമിങ് എ ഫിഗർ 8 പാറ്റേൺ. അപ്പോൾ ഇത് ബൈ ഡയറക്ഷനിലല്ലേ, 2 ഡയറക്ഷനിലേക്കല്ലേ പോയിട്ടുള്ളത്, അതുകൊണ്ട് ബൈ ഡയറക്ഷണൽ പാറ്റേൺ എന്നാണ് നമ്മളതിനെ പറയുക. ഓക്കെ, അടുത്ത ചോദ്യം, ട്രോപ്പോസ്ഫിറിക് സ്കാറ്റർ പ്രൊപ്പഗേഷൻ ഇസ് യൂസ്ഡ് ഫോർ. ട്രോപ്പോസ്ഫിറിക് സ്കാറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ ഈ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിറിക് സ്കാറ്റർ എന്ന് പറയുന്നത് അത് ലോങ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷനാണ് നമ്മളത് ഉപയോഗിക്കുക. ബിയോണ്ട് ദ ഹൊറിസോൺ ആണ് നമ്മൾ ട്രോപ്പോസ്ഫിറിക് സ്കാറ്റർ പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിറിക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സ്പേസ് വേവ് ആണ്. അതിൽ ലോങ് ഡിസ്റ്റൻസ് ബിയോണ്ട് ദ ഹൊറിസോൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. സ്കാറ്ററിംഗ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ അലൗസ് കമ്മ്യൂണിക്കേഷൻ അപ് ടു 300 to 500 കിലോമീറ്റർ ഈവൻ വിത്തൗട്ട് ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തത് പോളറൈസേഷൻ ഓഫ് എ സിമ്പിൾ ഡൈപോൾ ആൻറ്റിന ഈസ്. അപ്പോൾ ഒരു സിമ്പിൾ ഡൈപോൾ ആൻറ്റിന ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിൻ്റെ പോളറൈസേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, ഇനി വെർട്ടിക്കൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിലോ അതിൻ്റെ പോളറൈസേഷൻ വെർട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ polarization of a simple dipole antenna is vertical or horizontal depending on the orientation of the dipole. Okay, vertical ആണെങ്കിൽ vertical, horizontal ആണെങ്കിൽ horizontal. അടുത്തത്, radiation efficiency increases if radiation efficiency യുടെ equation നോക്കി നോക്കാം. Radiation efficiency is given by RR by RR plus RL. അതായത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റേഡിയേഷൻ റെസിസ്റ്റൻസ് പ്ലസ് ലോസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോസ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? റേഡിയേഷൻ എഫിഷ്യൻസി കൂടുമോ? ഇല്ല. ഇത് കൂടുമ്പോൾ ഇത് കുറയല്ലേ ചെയ്യുക, എഫിഷ്യൻസി കുറയല്ലേ ചെയ്യുക, താഴെ ഡിനോമിനേറ്റർ അല്ലേ കൂടിയ. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. റേഡിയേഷൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഇവിടെയും കൂടി ഇവിടെയും കുറച്ച് ഭാഗം കൂടിയിട്ടുണ്ട്, ഇവിടെയും കൂടി ഇവിടെയും കൂടുമ്പോൾ എഫിഷ്യൻസി എന്തായാലും എന്താ സംഭവിക്കുക? കൂടുകയാണ് ചെയ്യുക. ആൻറ്റിന ഹൈറ്റ് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. ഹയർ റേഡിയേഷൻ റെസിസ്റ്റൻസ് മീൻസ് ഹയർ റേഡിയേഷൻ എഫിഷ്യൻസി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ആൻറ്റിന ഇസ് യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ആൻറ്റിന ഏതാണ്? യാഗിയുടെ ആണോ? അല്ല, യാഗിയുടെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ TV കാണും ഉപയോഗിക്കുന്നതാണ് യാഗിയുടെ ആൻറ്റിന എന്ന് പറയുന്നത്. ഹോൺ ആൻറ്റിനയാണോ? ഹോൺ ആൻറ്റിന വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ എന്താണ് സംഭവം? അത് നമ്മുടെ പാരബോളിക് ഡിഷ് ആൻറ്റിനയിൽ ഫീഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുമ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മൈക്രോസ്ട്രിപ്പ് പാച്ച് ആൻറ്റിന, അതാണ് ഇവിടെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. ലൂപ്പ് ആൻറ്റിനയും അല്ല.
ഓക്കെ, അപ്പൊ യാഗിയുടെ അല്ല, ഹോൺ ആന്റിന ആസ് ഫീഡ് എലമെന്റ് ഇൻ പാരബോളിക് റിഫ്ലക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ വരായിരുന്നു, പക്ഷെ അതല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൈക്രോസ്ട്രിപ്പ് പാച്ച് ആന്റിനയാണ് മാത്രമാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ പാച്ച് ആന്റിനാസ് ആർ ലൈറ്റ് വെയിറ്റ്, ലോ പ്രൊഫൈൽ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒരു കൺസ്ട്രെയിൻ്റ് ആവില്ലല്ലോ, അപ്പോൾ അതിനുകൊണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാം. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് ഏത് വേവ് പ്രൊപ്പഗേഷൻ ആണ്? സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ പ്രൊപ്പഗേഷൻ ദാറ്റ് സഫേഴ്സ് മാക്സിമം അബ്സോർപ്ഷൻ ഇൻ ദ ഡി ലെയർ ഈസ്. ഡി ലെയറിൽ മാക്സിമം അബ്സോർപ്ഷൻ ഉണ്ടാവുന്നത് ഏതിനാണ്? ഹൈ ഫ്രീക്വൻസിക്കാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ഡോമിനന്റ് ഫോർ ഹൈ ഫ്രീക്വൻസീസ്. വെരി ഹൈ ഫ്രീക്വൻസീസിനെയും UHF ഒന്നും അത് എന്താ ചെയ്യുക? അതിലൂടെ പെനട്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, VLF എന്ന് പറയുന്ന വെരി ലോ ഫ്രീക്വൻസീസ് ഒക്കെ ആകുമ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഡി ലെയർ എന്ന് പറയുന്നത്. ഡി ലെയർ എന്താണ് സംഭവം? അതായത് അയോണോസ്ഫിയറിൽ കുറേ ലെയേഴ്സ് ഉണ്ട്. ഡി ഉണ്ട്, ഇ ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്, അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ആള് അയണൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ഇതൊക്കെ അയണോസ്ഫിയറിൽ വരുന്നതാണ് കേട്ടോ. ഈ അയോണോസ്ഫിയർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവം അല്ല. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആ മറ്റേ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൃത്യമായിട്ട്. അപ്പം ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഡി ലെയർ ഉണ്ട്, അത് നല്ല അയണൈസ്ഡ് ആണ്, ഇത് രാത്രി ഉണ്ടാവില്ല. ഓക്കെ, നൈറ്റ് ആകുമ്പോൾ ഡി ലെയർ പോകും. അതേപോലെ F1ഉം F2ഉം കൂടെ രാത്രി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് F ആയി മാറും. F ആവും നൈറ്റിൽ. ഓക്കെ, ഈ കുറച്ചൊക്കെ ഉണ്ടാവും ഇയും, പക്ഷേ നൈറ്റ് ആകുമ്പോൾ അത്ര ഇതല്ല, എന്നാലും ഈ ഉണ്ടാവും നൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഡി ലെയർ എന്തിനാണ് ഉപയോഗിക്കുക? ഹൈ ഫ്രീക്വൻസീസ് അബ്സോർബ് ചെയ്യുന്ന, അബ്സോർപ്ഷൻ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ഏതിൻ്റെയാണ്? ഹൈ ഫ്രീക്വൻസീസിലാണ്. ഡി ലെയർ അബ്സോർപ്ഷൻ ഇസ് ഡോമിനന്റ് ഫോർ ഹൈ ഫ്രീക്വൻസീസ്. ഓക്കെ, വെരി ലോ ഫ്രീക്വൻസീസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്? റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പാരബോളിക് ഡിഷ് ആന്റിന ഈസ്. പാരബോളിക് ഡിഷ് ആന്റിനയുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ചോദ്യം. ഒമ്നി ഡയറക്ഷനാലിറ്റി. ഒമ്നി ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഡയറക്ഷനാലിറ്റി, അതല്ല. ഹൈ ഗെയിൻ ആൻഡ് നാരോ ബീം, അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. ലോ കോസ്റ്റ് സ്മോൾ സൈസ് ഒന്നുമില്ല, അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ്. പാരബോളിക് ഡിഷ് ആന്റിനയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ അല്ല, ലോ കോസ്റ്റും ആയിരിക്കില്ല, അതിനേക്കാളും കോസ്റ്റ് കുറവുള്ള ആന്റിനാസ് ഉണ്ട്. അപ്പോൾ പാരബോളിക് റിഫ്ലക്ടേഴ്സ് ഉണ്ട്, അത് ദേ കോൺസെൻട്രേറ്റ് എനർജി which gives high directivity and gain. Okay, high directivity high gain ആണ് അത് തരിക. അപ്പോൾ ഹൈ ഡയറക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് നാരോ ആയിട്ടുള്ള ബീമാണ് തരുന്നത് ഒരു ഡയറക്ഷനിലേക്ക് കേട്ടോ. നല്ല ഗെയിനും കിട്ടും പാരബോളിക് റിഫ്ലക്ടേഴ്സ് അതിലുള്ളതുകൊണ്ട്, പാരബോളിക് ഡിഷ് ആന്റിനയിൽ. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അടുത്ത ചോദ്യം, യാഗിയുടെ ആന്റിന മെയിൻലി പ്രൊവൈഡ്സ്. യാഗിയുടയിൽ എന്താ ഉള്ളത്? യാഗിയുടെ ആന്റിനയ്ക്കകത്ത് കുറേ ഡയറക്ടേഴ്സും റിഫ്ലക്ടേഴ്സും ഉണ്ട്. യാഗിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനെ വരുന്ന യാഗിയുടെ ആന്റിന പഴയകാല നമ്മൾ TVക്കൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ ആന്റിനയാണ്. യാഗിയുടെ ആന്റിനേഴ്സിൽ കുറേ ഒരു ഡയറക്ടേഴ്സും ഉണ്ടാവും, റിഫ്ലക്ടേഴ്സും ഉണ്ടാവും. ഡയറക്ടർ എന്താ ചെയ്യുക? നല്ല ഡയറക്ഷണൽ ബീം തരാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുക. കാരണം അതിൻ്റെ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഡയറക്ഷണൽ പാറ്റേൺ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, റേഡിയേഷൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഹൈലി ഡയറക്ഷനിലായിരിക്കും അത്. ഓക്കെ, അതായത് നല്ല ഹൈ ഫോർവേഡ് ഗെയിൻ ആയിരിക്കും അതിന്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് റേഡിയേഷൻ നല്ല ഹൈ ആക്കിയിട്ട് ബാക്ക് ലോബൊക്കെ വളരെ ചെറുതായിരിക്കും, മെയിൻ ലോബാണ് ഏറ്റവും വലുതായിട്ട് ഉണ്ടാവുക. അപ്പോൾ വെരി ഹൈ ബാൻഡ് വിഡ്ത്ത് അല്ല, ഓംനി ഡയറക്ഷണൽ പാറ്റേൺ അല്ല, ഹൈ ഫോർവേഡ് ഗെയിൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹൈ ഫോർവേഡ് ഗെയിൻ അല്ലെങ്കിൽ ഡയറക്ഷണൽ ഹൈ ഡയറക്ടിവിറ്റി എന്നൊക്കെയാണ് യാഗിയുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് കേട്ടോ. Yagi antenna uses directors and reflectors to enhance forward radiation. Okay, അടുത്ത ചോദ്യം, which layer of ionosphere is responsible for long distance communication at night? നൈറ്റിൽ ഈ ഡി ലെയർ എന്ന് പറയുന്ന ആളെ ഉണ്ടാവില്ല, ഈയും അത്ര ഇഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ല. എന്നാൽ F1ഉം F2 ഉണ്ടാവും, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു F ലെയർ ആയിട്ട് മാറും. അതിൽ മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് F2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ F2 ലെയറാണ് മെയിനായിട്ട് നമ്മുടെ ലോങ് റേഞ്ച് ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ, ഈ ലെയറും ഉണ്ടാവും, F ലെയറും ഉണ്ടാവും. F ലെയർ ആരാണ്? F എന്ന് പറയുന്നത് F1ഉം F2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആളാണ്.
ഓക്കെ, ഇനി ഇവിടെ തന്നെ നമ്മൾ പറയും അയണോസ്ഫിയറിൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, HF കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണോസ്ഫിയറിക് കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ റിഫ്ലക്ഷൻ ആണോ റിഫ്രാക്ഷൻ ആണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. കാരണം ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള അയോൺസ് കാരണം ഇവിടെ നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വേവുകൾ റിഫ്രാക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. റിഫ്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ അവിടെയൊക്കെ പറയുന്നത് റിഫ്ലക്ഷൻ എന്നാണ്. കാരണം എന്താണ്, ഇത് കാണുമ്പോൾ റിഫ്രാക്ഷൻ കാണുമ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ പോലെയാണ് തോന്നുന്നത്. എക്സാക്ട്ലി അവിടെ നടക്കുന്നത് റിഫ്രാക്ഷൻ ആണ്. ചില സമയങ്ങളിൽ അത് റിഫ്ലക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദ വേവ്സ് ആർ റിഫ്ലക്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയും എവിടെ, സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ. പക്ഷെ ശരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, കാരണം അയണോസ്ഫിയറിൽ മറ്റേ എന്താ പറയാ, ഇത് കാരണം മറ്റേ അയോൺസിന്റെ ഡെൻസിറ്റി കാരണം നമ്മുടെ അവിടെ റിഫ്രാക്ഷൻ ആണ്. ആ ഒരു മീഡിയത്തിന് ഡിഫറൻസ് ഇൻ ഇത് വരുമ്പോൾ റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ F1 F2 കൂടെ ഒരുമിച്ചായിട്ട് ഡോമിനേറ്റ് ആവുന്നത് F2 ആണ്. അതുകൊണ്ടാണ് F2 ആണ് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ അറ്റ് നൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, an antenna radiates primarily due to AC current, DC current, charge accumulation, റെസിസ്റ്റീവ് ഹീറ്റിംഗ്. ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് ആൻറ്റിന റേഡിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. AC കറണ്ട് കാരണമാണ് ഇവിടെ റേഡിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. AC കറണ്ട് കാരണം അവിടെ ഒരു ചാർജ് ആക്സിലറേഷൻ നടക്കുന്നുണ്ട്. ആക്സിലറേഷൻ എന്നാണ് വാക്ക്, അക്കുമുലേഷൻ അല്ല കേട്ടോ. ഇത് ആക്സിലറേഷൻ ആയിരുന്നെങ്കിൽ അതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ ഇവിടെ AC കറണ്ട് കാരണം ചാർജ് ആക്സിലറേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അത് അതായത് ഭയങ്കരമായിട്ട് ഹൈ സ്പീഡിലും സ്ലോ ആയിട്ടും ഒക്കെ ഡയറക്ഷൻ മാറി ഇങ്ങനെ AC കറണ്ട് കാരണം EM വേവ്സ് പ്രൊഡ്യൂസ് ആവുകയാണ്. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവുകയാണ്. അങ്ങനെ അത് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോവുകയാണ്. ആ ആൻറ്റിന ഒരു ഓപ്പൺ എൻഡ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക, അതിൽ കൂടെ വരുന്ന EM വേവ്സ് പുറത്തേക്ക് അത് റേഡിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചാർജ് AC കറണ്ട് കാരണം ഒരു ചാർജ് ആക്സിലറേഷനും കാരണം അവിടെ ഒരു EM വേവ് ഉണ്ടാവുകയാണ്. അത് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന കാരണമാണ് നമ്മുടെ ആൻറ്റിന റേഡിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, പോളറൈസേഷൻ ഓഫ് എ ഹോൺ ആൻറ്റിന ഇസ് ഡിറ്റർമൈൻഡ് ബൈ. ഹോൺ ആൻറ്റിനയുടെ പോളറൈസേഷൻ എങ്ങനെയാണ്? ഷേപ്പ് ഓഫ് അപ്പർച്ചർ വെച്ചിട്ടാണോ? അല്ല. ലെങ്ത് ഓഫ് ഹോൺ അല്ല. ഫീഡ് ഓറിയന്റേഷൻ വെച്ചിട്ടാണ് കേട്ടോ. അതായത് അതിൽ വേവ് ഗൈഡ് അല്ലെങ്കിൽ ഫീഡ് ഉണ്ടാവുമല്ലോ, അതിൽ ഫീഡ് ചെയ്യുന്ന അതിന് ഇൻപുട്ട് വരുന്നത് എങ്ങനെയാണോ അതിൻ്റെ പോളറൈസേഷൻ, അതിൻ്റെ ഓറിയന്റേഷൻ അനുസരിച്ചിട്ടാണ്, വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഹോൺ ആൻറ്റിനയുടെ പോളറൈസേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തത്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഇസ് ലിമിറ്റഡ് മെയിൻലി ബൈ. ഇപ്പോൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, വളരെ ലോ ഫ്രീക്വൻസീസിലൊക്കെയുള്ള മറ്റേ വേവ്സിൻ്റെ പ്രൊപ്പഗേഷനാണ്. ലോ ഫ്രീക്വൻസി ആൻഡ് മീഡിയം ഫ്രീക്വൻസി റേഞ്ചിലാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പോൾ അത് ലിമിറ്റേഷൻ എന്താണ്? ഹ്യൂമിഡിറ്റി കാരണം പ്രശ്നം ഉണ്ടാവില്ല, റെയിൻഫോളും പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഗ്രൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുക. എർത്തിൻ്റെ കണ്ടക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. ഓക്കെ, കാരണം പുവർ കണ്ടക്ടിവിറ്റി ആണ് എന്ന് വിചാരിക്കുക, ഡ്രൈ സോയിലൊക്കെയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അറ്റുനേഷൻ ഉണ്ടാവും. ഓക്കെ, ഗ്രൗണ്ട് വേവ്സിന് അറ്റുനേഷൻ ഉണ്ടാവും. അപ്പോൾ അത് attenuation കൂട്ടും. Poor conductivity like dry soil increases the attenuation of ground waves. Okay, so ground wave propagation is limited mainly by Earth's conductivity. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആൻറ്റിന റെസിപ്രോസിറ്റി തിയറം മീൻസ്, റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിനയുടെ റെസിപ്രോസിറ്റി തിയറം എന്താണ്? ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് പാറ്റേൺസ് ആർ ഐഡന്റിക്കൽ. ഇതാണ് കേട്ടോ. ഗെയിൻ മാക്സിമം എന്നല്ല, ഇംപിഡൻസ് ഓൾവേസ് 50 ohm അല്ല, നോ പവർ ലോസ് ഇൻ ആൻറ്റിനയും അല്ല. എനി ലീനിയർ പാസീവ് ആൻറ്റിന ഹാസ് ഐഡന്റിക്കൽ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ആൻറ്റിന റെസിപ്രോസിറ്റി തിയറം പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യം, efficiency of a short dipole is low because short dipole efficiency കുറവാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കണേ. ഹൈ റേഡിയേഷൻ റെസിസ്റ്റൻസ് കാരണമാണോ, ലോ റേഡിയേഷൻ റെസിസ്റ്റൻസ് കാരണമാണോ, ഹൈ ഡയറക്ടിവിറ്റി കാരണമാണോ, ലോ വേവ് ലെങ്ത് കാരണമാണോ? എഫിഷ്യൻസി എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്നത് RR/RR+RL അല്ലേ. അപ്പോൾ ഈ RR എന്ന് പറയുന്ന റേഡിയേഷൻ റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് എഫിഷ്യൻസി കുറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലോ റേഡിയേഷൻ റെസിസ്റ്റൻസ് കാരണമാണ് എന്ത് കുറയുന്നത്? എഫിഷ്യൻസി കുറയുന്നത്. ദേ ഹാവ് വെരി ലോ റേഡിയേഷൻ റെസിസ്റ്റൻസ്, സോ മോസ്റ്റ് പവർ ഇസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം,
ഡ്യൂപ്ലെക്സ് ആൻറ്റിനാസ് ആർ യൂസ്ഡ് ഫോർ, ഡ്യൂപ്ലെക്സ് ആൻറ്റിനാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഡ്യൂപ്ലെക്സ് ആൻറ്റിനയുടെ ആവശ്യമുണ്ടോ? അതിന് സിംപ്ലെക്സ് ആൻറ്റിന പോരെ. ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും അല്ലേ? അപ്പോൾ സെപ്പറേറ്റ് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്, ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഇൻക്രീസിങ് ഗെയിൻ അല്ല, റെഡ്യൂസിങ് ബാൻഡ്വിഡ്ത്ത് അല്ല. അപ്പോൾ ഡ്യൂപ്ലെക്സ് ആൻറ്റിന ഹാവ് സെപ്പറേറ്റ് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് പാത്ത് ഫോർ സൈമൾട്ടേനിയസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. The frequency at which ionosphere completely reflects waves is. Ionosphere completely reflect എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് അവിടെ നടക്കുന്നത് റിഫ്രാക്ഷൻ ആണ്. പക്ഷെ നമ്മൾ പറയും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുക. അത് ഏതാണ്? നമ്മൾ ആദ്യം പഠിച്ച സംഭവമാണിത്. പ്ലാസ്മ ഫ്രീക്വൻസി അല്ല. പ്ലാസ്മ എന്താന്ന് പറഞ്ഞുതരാം. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി അല്ല, അതും എന്താന്ന് പറഞ്ഞുതരാം. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പോൾ critical frequency is the maximum frequency at which reflected at vertical incidence. Okay, അപ്പോൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയിൽ മാക്സിമം ആ ഫ്രീക്വൻസിയിലാണ് കംപ്ലീറ്റ്ലി വേവ്സിനെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നത് കേട്ടോ. ഇനി പ്ലാസ്മ ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇലക്ട്രോൺസ് ഇൻ എ പ്ലാസ്മ ഓസിലേറ്റ് അബൌട്ട് ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻസ്. നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, പ്ലാസ്മയിലുള്ള ഇലക്ട്രോൺസ്, പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ഈ ഓസിലേറ്റ് അവരുടെ ഇക്വിലിബ്രിയം പൊസിഷൻസിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് പ്ലാസ്മ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിലയബിൾ communication between two specific points on earth via ionospheric reflection. ഓക്കെ, അതാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. അതായത് ഹയസ്റ്റ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് യൂസബിൾ ഫ്രീക്വൻസി ഫോർ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. എന്തിന്? ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ 2 പോയിന്റ്സ് ഓൺ എർത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. എങ്ങനെയായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അതിൽ ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അത് അയണോസ്ഫെറിക് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ വയ അയണോസ്ഫെറിക് റിഫ്ലക്ഷൻ ഉപയോഗിക്കാവുന്ന മാക്സിമം ഫ്രീക്വൻസി. ഓക്കെ, ഫോർ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ദി എർത്ത്, അതാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സ്കിപ്പ് ഫ്രീക്വൻസി അല്ല, സ്കിപ്പ് ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി സ്കൈ വേവ് പ്രൊപ്പഗേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ, ബന്ധപ്പെട്ടിട്ട്. അടുത്ത ചോദ്യം നോക്കാം. റേഡിയേഷൻ പാറ്റേൺ ഓഫ് എ യാഗി ആൻറ്റിന ഈസ്, നമ്മൾ നേരത്തെ നോക്കിയതാണ്. റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഭയങ്കര ഡയറക്ഷനിലായിരിക്കും അല്ലേ? മേജർ ലോബ് നല്ലോണം ഡയറക്ഷനിലായിരിക്കും, ബാക്ക് ലോബും മൈനർ ലോബ്സും ഒക്കെ വളരെ ഡയറക്ഷൻ പവർ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഹൈലി ഡയറക്ഷണൽ, ഓംനി ഡയറക്ഷൻ അല്ല, ബൈ ഡയറക്ഷണൽ അല്ല, ഹൈലി ഡയറക്ഷണൽ ആയിരിക്കും, ഹെമിസ്ഫെറിക്കലും അല്ല. ദി പ്രൊഡ്യൂസ് സ്ട്രോങ് ഡയറക്ഷണൽ ബീംസ്. ഓക്കെ, അതായത് ഒരു ഡയറക്ഷനിലേക്കായിരിക്കും മാക്സിമം പവർ ഉണ്ടാവുക. ഓക്കെ, അടുത്തത് tropospheric ducting occurs due to. tropospheric ducting എന്ന് പറയുന്നത് എന്താണ് സംഭവം? അതായത് ട്രോപ്പോസ്ഫെറിക് ഡക്റ്റിംഗ് എന്ന് പറയുന്നത് അതും നമ്മുടെ സ്പേസ് വേവ് പ്രൊപ്പഗേഷനിൽ വരുന്നതാണ് കേട്ടോ, സ്പേസ് വേവിൽ വരുന്നതാണ്. LOS അല്ലത്. LOS എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്, അത് സ്പേസ് വേവിൽ വരുന്നതാണ്. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ്സ് ഉണ്ടല്ലോ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ എയറിൻ്റെ മുകളിൽ വാം എയർ വന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് മറ്റേ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മലമുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടുകയല്ലേ ചെയ്യുക, കൂള് കൂടുകയല്ലേ ചെയ്യുക, ടെമ്പറേച്ചർ കുറയുകയല്ലേ ചെയ്യുക. പക്ഷേ ടെമ്പറേച്ചർ ഇൻവേർഷനിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ കൂൾ എയറിൻ്റെ മുകളിൽ വാം എയർ വന്ന് നിൽക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള വേവുകളൊക്കെ ലോക്കാവും. ഡസ്റ്റ്, സ്മോക്ക്, റേഡിയോ വേവ്സ് ഒക്കെ ഇതിനുള്ളിൽ ലോക്കാവും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ കിടന്നിട്ട് ഇങ്ങനെ റേഡിയോ വേവ്സ് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഇത് ശരിക്കും ഭയങ്കര നമുക്ക് നല്ലതാണ്. ഇങ്ങനെ ട്രോപ്പോസ്ഫെറിക് ഡക്റ്റിംഗ് നടക്കുകയാണെങ്കിൽ, ട്രോപ്പോസ്ഫെറിക് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുന്നതിനെ ട്രോപ്പോസ്ഫെറിക് ഡക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ്, വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്പേസ്, അതിനുള്ളിൽ കൂടെ ഈ വേവ്സിന് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കും. സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ആണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻവേർഷൻ കാരണമാണ്. ഓക്കെ, ഇറ്റ് ഓക്കേഴ്സ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻവേർഷൻ ക്രിയേറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റേഡിയൻറ്റ് വിച്ച് gives ducting, അതായത് സൂപ്പർ റിഫ്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫേഡിങ് ഇൻ അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ ഇസ് കോസ്ഡ് ബൈ. അയണോസ്ഫെറിക് പ്രൊപ്പഗേഷനിൽ ഫേഡിങ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്. അയണോസ്ഫിയറിൽ വന്നിട്ട് ഇങ്ങനെ
പോവില്ലേ, ഇവിടെ നിന്ന് പോകുമ്പോൾ മൾട്ടിപ്പിൾ സ്കൈ വേവ് പാത്തുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഫെയ്ഡിങ് ഉണ്ടാവുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ സ്കൈ വേവ് പാത്തുകൾ, ഇത് ഇങ്ങനെ ഒരെണ്ണം പോയിട്ട് മൾട്ടിപ്പിൾ സ്കൈ വേവ് പാത്തുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഫെയ്ഡിങ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും, ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും, അങ്ങനെ പല പല ഭാഗങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അപ്പോൾ ഡിഫറെൻറ്റ് റിഫ്ലക്റ്റഡ് പാത്സ് ഫ്രം അയണോസ്ഫിയർ കോസ് ഫേസ് ഇൻ്റർഫറൻസ് ലീഡിങ് ടു ഫേഡിങ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഫേഡിങ് എന്ന് പറയുന്നത്. ഫേഡിങ് അങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. Last one, during daytime sky wave signals weaken mainly because, അപ്പോൾ സ്കൈ വേവ് സിഗ്നൽസ് രാവിലെകളിൽ ഡേ ടൈമിൽ എന്തുകൊണ്ടാണ് വീക്കൻഡ് ആവണത് എന്നാണ് ചോദിക്കുന്നത്. എഫ് ലെയർ ഡിസപ്പിയേഴ്സ്, അത് ശരിയാണ്, എഫ് ഉണ്ടാവില്ല, പക്ഷേ F1 F2 ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടല്ല സ്കൈ വേവ് സിഗ്നൽസ് വീക്കൻഡ് ആവുന്നത്, ഡി ലെയർ അബ്സോർപ്ഷൻ ഇൻക്രീസസ്. അതെ, സ്കൈ വേവ് പറഞ്ഞാൽ എന്താ, ഹൈ ഫ്രീക്വൻസി വേവ്സ് അല്ലേ, ഡി ലെയർ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യണത് ആരെയാ, ഹൈ ഫ്രീക്വൻസി വേവ്സിനെ അല്ലേ, അപ്പോൾ ഡി ലെയറിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നത് കാരണമാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഡി ലെയർ ഫോംസ് ഡ്യൂറിങ് ഡേ ലൈറ്റ് and strongly absorbs high frequency and medium frequency signals. Okay, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെയാണ് മാക്സിമം അബ്സോർബ് ചെയ്യുക എന്നുള്ളത് ഡി ലെയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, സ്കൈ വേവ് സിഗ്നൽസ് നല്ലോണം വീക്കെൻഡ് ആവും ഡേ ടൈമിൽ. രാത്രിയാവുമ്പോൾ ഒരു കുഴപ്പമില്ല, ഡി ലെയറേ ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയല്ലേ പഠിച്ചത് നമ്മൾ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒന്ന് വേഗം പറഞ്ഞുതരാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനമായിട്ട് ഞാൻ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണിത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു കളയും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പരീക്ഷയ്ക്ക് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ എത്ര കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇരുന്ന് പോകും, അയ്യോ അത് എത്രയായിരുന്നു, നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും ചിലപ്പോൾ. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് വെറുതെ പഠിച്ചു വെക്കുക. 0 to 12 to 8 കിലോമീറ്റേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് 11 to 50 ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഇത് 40 to 50 to 80 to 90 ആണ് മീസോസ്ഫിയർ. തെർമോസ്ഫിയർ 80 to 90 to 800 കിലോമീറ്റേഴ്സ് ആണ്. 800 to 3000 കിലോമീറ്റേഴ്സ് ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചോദിക്കുകയാണ് സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ മാക്സിമം ബൗണ്ട് എത്രയാണ്, ഓക്കെ, എത്ര ഫ്രം എർത്ത് സർഫസ് എത്ര കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു 10 കിലോമീറ്റേഴ്സ്, 40 കിലോമീറ്റേഴ്സ്, 50 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം 50 ആണ്, 50 വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 90 കിലോമീറ്റേഴ്സ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് 50 വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത്, മീസോസ്ഫിയർ മുതൽ തെർമോസ്ഫിയർ വരെയാണ് ഈ അയണോസ്ഫിയർ എന്ന് പറയുന്ന ആൾ ഉള്ളത് കേട്ടോ. ഇവിടെയാണ് അയോൺസ്, നല്ല ഡെൻസ് ആയിട്ടുള്ള അയോൺസ് ഒക്കെ ഈ ഭാഗത്താണ് ഉണ്ടാവുക. ഇതിൽ താഴെയാണ് ഡി, മുകളിലാണ് ഇ, പിന്നെ F1 പിന്നെ F2. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ തന്നെ ഡിയും F1 F2 കൂടെ ഒരുമിച്ച് എഫും ഡി ഉണ്ടാവില്ല, ഇയും ആണ് നൈറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ഡേയിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നല്ലോണം പഠിക്കുക. താങ്ക് യു.